26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ മഴയുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇത് ശക്തിപ്പെട്ട് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദമാകും. തുടർന്ന് കേരളത്തിൽ ഈ മാസം 19-ന് ശേഷം മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പ്. കേരളത്തിൽ എവിടെയും മഴയില്ല. എന്താണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്? ചോദ്യങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. ഇനി വരാനിരിക്കുന്നത് കടുത്ത വരൾച്ചയാണോ എന്ന ആശങ്കയാണ് എല്ലാ കോണുകളിൽ നിന്നുമുള്ളത്. കേരളത്തിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, അതായത് കാലവർഷം. ഇപ്പോൾ കേരളത്തിൽ പെയ്യുന്ന മഴയുടെ രീതി മാറി. എന്തിന്? കർക്കിടകം അടുത്തിട്ടും കേരളത്തിന് മഴ പ്രതിസന്ധി രൂക്ഷമാണ്. ഗുരുതരമായ ഊർജ്ജഭക്ഷ്യ വരൾച്ച ഭീഷണി ഉയർത്തുന്ന പ്രതിഭാസമാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. ആശങ്കയിരട്ടിയാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മഴയെപ്പോലെ തന്നെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് കാറ്റ്. അതായത് മലയോര തീരദേശ മേഖലകളിൽ ഇപ്പോൾ ശക്തമായ കാറ്റാണ് വീശുന്നത്. എന്നാൽ ഇത്തരം ശക്തമായ കാറ്റ് കാലവർഷത്തിലെ സാധാരണ മഴക്കാറ്റല്ല എന്നാണ് വിലയിരുത്തലുള്ളത്. എന്നാൽ ഇപ്പോഴിതാ കുറച്ചു ദിവസങ്ങളായി മഴ പെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ കേരളത്തിൽ മഴയുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സാധ്യത കാണുന്നുവെന്നാണ് IMD മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ശക്തിപ്പെട്ട് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദമാകും. തുടർന്ന് കേരളത്തിൽ ഈ മാസം 19-ന് ശേഷം മഴ കൂടുതലായി ലഭിക്കുമെന്നാണ് പറയുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ബംഗ്ലാദേശിനും മുകളിലായാണ് ഈ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്വാധീന ഫലമായാണ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗ്ലാദേശ് തീരങ്ങൾക്ക് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും IMD അറിയിക്കുന്നു. ആയതിനാൽ കേരളത്തിൽ ഇന്നു മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂലൈ 19-ന് ശേഷം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ഇപ്പോഴുള്ളതിനേക്കാൾ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയ്ക്കനുസരിച്ച് ഏതെല്ലാം പ്രദേശങ്ങളിൽ എത്രത്തോളം മഴ ലഭിക്കുമെന്ന് പറയാൻ കഴിയും. നിലവിൽ അറബിക്കടലിൽ കാറ്റ് ദുർബലമാണ്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കാറ്റിന്റെ ശക്തിയിൽ വർധനവുണ്ടാകുമെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയുമായി മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴുകിയും ചില്ലുകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.